എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാനൊരു 10-20 വർഷമായിട്ട് പ്രമേഹത്തിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ മരുന്നിന്റെ ഈ കെമിക്കലാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വല്ലാതെ പോകുന്നത്. അപ്പൊ ഇത് നിർത്താൻ ഏതെങ്കിലും വിധത്തില് ചെയ്യാൻ സാധിക്കുമോ? പിന്നെ പൊതുവെ ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒക്കെ എങ്ങനെയാ കുറയ്ക്കുക എന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി അത് എന്തായാലും ഒരു നല്ലൊരു പോയിന്റ് ആണ്. എനിക്കൊരു വീഡിയോ അതിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്താൽ എന്താന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഒന്നാമതായി എനിക്ക് രണ്ട് തരത്തിലാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മള് അകത്തോട്ട് കൊടുക്കുന്ന മരുന്നിനെ പരമാവധി കൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. കാരണം എന്താ കാരണം എന്ന് വെച്ചാല് ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറുതായിട്ടൊരു ജലദോഷം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഇതിനൊക്കെ നമ്മൾ പോയിട്ട് ഡോക്ടറെ പോലും കാണാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി നേരിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരവസ്ഥയാണ് കാണാനുള്ളത്. മിക്ക ആൾക്കാരും ചെയ്യുന്ന രീതിയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ഡെവലപ്ഡ് കൺട്രിയിലും ആന്റിബയോട്ടിക്കുകളൊക്കെ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ കിട്ടില്ല. ആന്റിബയോട്ടിക് മരുന്ന് എന്ന് മാത്രമല്ല, നിങ്ങള് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ, ഗൾഫ് കൺട്രി അല്ല ഉദ്ദേശിച്ചത്, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചറിയാൻ പറ്റും. അവർക്ക് ആർക്കും തന്നെ മരുന്ന് കിട്ടണമെങ്കിൽ ഡോക്ടറുടെ ചീട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. മെഡിക്കൽ ഷോപ്പൊന്നും നേരിട്ട് കിട്ടില്ല. അതേസമയം നമുക്ക് അങ്ങനെയല്ല. ഏത് മരുന്നും ഡയറക്റ്റ് കിട്ടുന്ന ഒരവസ്ഥയാണ്. വളരെ അപൂർവം മരുന്നുകൾ ഒഴിച്ച് ഒട്ടുമിക്ക മരുന്നുകൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നേരിട്ട് കിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, വേദനകള്, ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുകയാണ്. പരമാവധി മരുന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മരുന്നിന്റെ ദോഷത്തെ കുറിച്ച് ബോധവാനാണ്. കാരണം ഇന്ന് മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു ബോധമില്ലാതെ പ്രയാസം വരുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് വാങ്ങിക്കഴിക്കുന്നത് ദൂരവ്യാപകമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ ശരിക്കും ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ തന്നെ മരുന്ന് കഴിക്കാതെ മാറ്റാൻ പറ്റുമോ എന്ന് ഒന്ന് ആലോചിക്കാം. അതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നാച്ചുറൽ ഹീലിംഗ് ചെയ്യുന്ന, ഒരു പ്രകൃതി ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരാളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് അത് ശീലമാണ്. ഇപ്പൊ ഉദാഹരണം, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പനി വരാറുണ്ട്, ജലദോഷം വരാറുണ്ട്, ചുമ വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ 10-32 വർഷമായിട്ട് ഇതിനൊന്നും മരുന്ന് കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഫാമിലി കഴിക്കുന്നില്ല. എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളും മരുന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അവർക്കൊക്കെ പനി വരുന്നുണ്ട്. ഇന്നും ഞാനൊരു സുഹൃത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജലദോഷം, പനി, തലവേദന ഇതിനൊന്നും മരുന്നിന്റെ ആവശ്യമില്ല. നമുക്ക് സാധാരണ ആയിട്ട് ഉണ്ടാവുന്ന ഇത്തരം ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ തന്നെ മരുന്ന് കഴിച്ച് മാറ്റുമ്പോൾ പിന്നീട് ആ ടോക്സിൻ ഡിസ്ചാർജ് ആവാതെ നമുക്ക് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ഥിരമായിട്ടുള്ള മരുന്നിന്റെ ഉപയോഗം നമുക്ക് മറ്റ് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം വേണ്ടത് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി അകത്തോട്ട് കൊടുക്കാതിരിക്കുക കെമിക്കലിനെ. അതായത് പല ആൾക്കാരും ഈ രാസവസ്തുക്കളും കീടനാശിനിയും ഉള്ളത് കൊണ്ടൊക്കെ പച്ചക്കറികളും പഴങ്ങളും ഒന്നും അധികം വാങ്ങാതെ സ്വയമായിട്ട് ഉത്പാദിപ്പിച്ചിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണേ. അങ്ങനെ പല കർഷകരും ഉണ്ട് അങ്ങനെ. പക്ഷേ അവരെന്ത് വരും, ഒരു പനി വന്നാൽ പോയിട്ട് പാരസെറ്റമോളും അതുപോലെ കാൾപോൾ പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കും, വേദന സംഹാരികളൊക്കെ കഴിക്കും. പിന്നെ അവര് ഇങ്ങനെ ഇതിങ്ങനെ കൃഷി ചെയ്തിട്ട് ജൈവപരമായിട്ട് ചെയ്ത് കഴിക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിനേക്കാൾ മാരകമായ വിഷങ്ങളാണ് മരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും വലിയൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടത് എന്താന്ന് വെച്ചാല് പ്രിവെന്റ് ചെയ്യാൻ പഠിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഒന്ന് കോള് എപ്പോഴും കിട്ടിക്കോളുന്നില്ല, കിട്ടാത്ത സമയത്ത് വാട്സപ്പ് മെസ്സേജ് ഒക്കെ ചെയ്ത് എന്നോടൊന്ന് ചോദിക്കുക, എനിക്ക് പനിയുണ്ട്, എന്താ ചെയ്യണ്ടേ? വളരെ സിമ്പിൾ ആണ് അതിന്റെ ഉത്തരം. പനി വരുമ്പോഴ് എന്തുണ്ടാവില്ല? വിശപ്പുണ്ടാവില്ല. വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കരുത്. അതന്നെ ഒന്നാമത്. അതാണ് എല്ലാവർക്കും പ്രയാസം. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഇന്ന് പലർക്കും എന്തോ വലിയ ബുദ്ധിമുട്ട് പോലെയാണ്. വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കരുത്.
നല്ല ക്ഷീണം ഉണ്ടാവും, വിശ്രമിക്കുക. നല്ല ദാഹം ഉണ്ടാവും, ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ പനി മാറുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കും എൻ്റെ ഫാമിലിക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്കൊരു ഇന്നർ ഹാർമണി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു പ്രകൃതി കുടുംബ കൂട്ടായ്മ ഉണ്ട്. അപ്പൊ അതിൽ പെട്ട ഒരുപാട് ആൾക്കാർക്ക് പനിയോ ബുദ്ധിമുട്ടുകളോ ചുമയോ ഒക്കെ വരുമ്പോൾ ഒന്ന് വിളിക്കും, ചോദിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. മരുന്ന് കഴിക്കാതെ അവർ മാറ്റും. മരുന്ന് കഴിക്കാതെ മാറ്റുന്ന സമയത്ത് ബോഡി ക്ലീൻസിങ് ആവും. പ്രത്യേകിച്ചും പനി വരുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരം നല്ലപോലെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പനി വരുന്ന സമയത്ത് ബോഡി നല്ലപോലെ ക്ലീൻസിങ് ചെയ്യുന്നുണ്ട് ശരീരത്തിലെ ടോക്സിൻസ്. അതിനു വേണ്ടിയാണ് പനി വരുന്നത്. പക്ഷെ ആ സമയത്ത് അതിനനുവദിക്കാതെ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് അത് സപ്രസ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. അത് നമ്മളെ അടിഞ്ഞുകൂടാൻ കാരണമാവുകയും പിന്നീട് പലതരത്തിലുള്ള ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് വരിക, ലിവറിനെ ബാധിക്കുക, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ഈ മരുന്നുകൾ കൊണ്ട് പിന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പറയാനുള്ളത് പരമാവധി മരുന്നുകൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. അതിനായി അത്തരക്കാരെ മരുന്നുകൾ കഴിക്കാതെ ഉള്ള സിസ്റ്റത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നാച്ചുറോപ്പതി, യോഗ, കൗൺസിലിംഗ് പോലുള്ള ഇത്തരം സിസ്റ്റത്തിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കാതെ നിൽക്കുകയും പിന്നീട് വലിയ വലിയ രോഗങ്ങൾ വരുമ്പോഴും ഡിസ്കഷൻ ചെയ്യുക. കാരണം ചെറിയ ചെറിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വലിയ വലിയ രോഗങ്ങൾ അങ്ങനെയൊന്നും വരില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ എത്രയോ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പലരിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കാതെ ജീവിക്കുകയാണെങ്കിൽ വലിയ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. വന്ന ചരിത്രവും ഇല്ല, കണ്ടിട്ടുമില്ല, അനുഭവത്തെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ നമ്മൾക്ക് ബോഡിക്ക് ക്ലീൻസിങ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ക്ലീൻസിങ്ങിന് വരുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ അങ്ങനെ സ്വീകരിച്ച് മരുന്ന് കഴിക്കാതെ തരത്തിൽ ഒന്ന് ശ്രമം നടത്തി നോക്കുക. ഓക്കെ. പിന്നെ ഈ മറ്റേ ചേട്ടൻ ചോദിച്ച കാര്യം 10-20 വർഷമായിട്ട് ബിപിക്കും പ്രമേഹത്തിനും മരുന്ന് കഴിക്കാൻ അതിന്റെ സൈഡ് എഫക്ട് എങ്ങനെ കുറയ്ക്കാം? ഞങ്ങളെ സംബന്ധിച്ചിട്ട് പ്രമേഹത്തിന് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഞങ്ങൾ 1-2 ആഴ്ചത്തെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും മരുന്ന് ഒഴിവാക്കിയ എത്രയോ കേസുകളുണ്ട്. ഇൻസുലിൻ വരെ ഒഴിവാക്കാൻ പറ്റിയ കേസുകളുണ്ട് എത്രയോ. 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ്, 2-3 ആഴ്ച ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എത്ര ഒഴിവാക്കാൻ പറ്റിയ കേസുകളുണ്ട്. ഞാൻ പറയുന്നത് ശരിക്കും ഒരു 2 വീക്സ് ബോഡി ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ് ഒരു ചികിത്സാ കേന്ദ്രത്തിൽ അതിന് ഫാസ്റ്റിംഗ് വരും, ഡയറ്റ് വരും, അങ്ങനെ പല കാര്യങ്ങൾ വരും, ട്രീറ്റ്മെന്റ് എല്ലാം വരും. മരുന്നുകളില്ല എന്ന് മാത്രമുള്ളൂ, ചികിത്സകളൊക്കെ ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ശേഷം ഫുഡിലേക്ക് വന്ന് നോർമൽ ഫുഡിലേക്ക് വന്ന് കഴിഞ്ഞ് നല്ല ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിരിക്കും, BP ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിരിക്കും. പിന്നെ നിങ്ങൾ ചോദിക്കും വീണ്ടും പഴയ പോലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചികിത്സയ്ക്ക് വരണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭക്ഷണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഭക്ഷണം തീരെ കഴിക്കേണ്ട എന്നല്ല. നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ 3 നേരം ഭക്ഷണം കഴിക്കാം. രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, രാത്രി കഴിക്കുക. ഇതിൽ കൂടുതൽ ഭക്ഷണം വേണോ? 3 നേരം ഭക്ഷണം കഴിക്കുക. അതെങ്ങനെയെന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ എഴുതി കൊടുക്കുക, കുറിച്ച് കൊടുക്കുക ചെയ്യുക. ശേഷം ചികിത്സയ്ക്ക് ശേഷം ഒരു 2 ആഴ്ചത്തെ, ഒരു 3 ആഴ്ച വിശ്രമ ചികിത്സയ്ക്ക് ശേഷം മരുന്ന് ഒഴിവാക്കിയ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പേരുണ്ട്. ഇനി നമ്മൾ കഴിച്ച മരുന്നിന്റെ ദോഷം വരെ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ കൊറോണ വാക്സിന്റെ സൈഡ് എഫക്ട് തന്നെ ഒരുപാട് കേസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. കൊറോണ വാക്സിൻ കൊടുത്തതിന് ശേഷം വന്ന ചുമ, വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സങ്ങൾ, ആസ്മ, അലർജി, ഈ കൊറോണ വാക്സിനോട് അനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഭയങ്കരമായ അലർജി എന്നാൽ പ്രത്യേകിച്ച് സ്പ്രേ പോലത്തെ മണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബോധം വരെ പോകുന്ന അലർജി. അത്രയും സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്സുകളും ഉണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് കൊറോണ വാക്സിന്റെ സൈഡ് എഫക്ട് പോലും കുറയ്ക്കാൻ നമ്മുടെ ഉപവാസത്തിന്, നമ്മുടെ നാച്ചുറൽ രീതിക്കുള്ള ഫാസ്റ്റിംഗ് മെത്തേഡിന് ഉപവാസത്തിന് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തിട്ടാണ് നിരവധി കേസ് 6 മാസമായിട്ട് 1 വർഷമായിട്ട് ചുമ മാറാതെ നിന്ന കേസുണ്ട് കൊറോണ വാക്സിനേഷന് ശേഷം. പക്ഷെ അത് 2 ആഴ്ച ട്രീറ്റ്മെന്റ് കൊണ്ട് മാറി. 2-3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത്തരം പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് ശരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആരോഗ്യത്തിലേക്കുള്ള ഒരു രാജപാതയാണ് ശരിക്കും
ഫാസ്റ്റിംഗ്, ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ. അതൊരു നാച്ചുറൽ വേയിൽ ഒരു പരിചയസമ്പന്നരായ ഒരാളെ കീഴിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളുടെ കെമിക്കലുകളെയും അതേപോലെ തന്നെ ഭക്ഷണത്തിലെ കെമിക്കലുകളെയും ഒക്കെ നമുക്ക് മാറ്റിമറിക്കാവുന്നതാണ്, തീർത്തും ഒഴിവാക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വല്ലപ്പോൾ ഈ ഫാസ്റ്റിംഗ്, ഒരു ഉപവാസം എന്നുള്ള മെത്തേഡ് എല്ലാ മതങ്ങളിലുമുണ്ട്. നമുക്കറിയാം എല്ലാ മതങ്ങളിലും ഉണ്ട് ഫാസ്റ്റിംഗ് മെത്തേഡ്. ഇനി മതങ്ങളുടെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് പുരാതന കാലഘട്ടത്തിലെ മനുഷ്യർ ഉപവാസമൊക്കെ എടുത്ത് വന്നായിട്ട് കാണുന്നുണ്ട്, ആരാധനയുടെ ഭാഗമായിട്ട്. പക്ഷെ ഇന്ന് ആരെടുക്കുന്നു? ഇന്നാരും ചെയ്യുന്നില്ല. ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ വരെ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇനി വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന ഏക ജീവി ആരാന്ന് ചോദിക്കുമ്പോൾ അതും മനുഷ്യനാണ്. മറ്റു ജീവജാലങ്ങളൊന്നും വിശപ്പില്ലെങ്കിൽ കഴിക്കില്ല. എന്തിനു പറയാം, നമ്മളെ കുഞ്ഞുങ്ങൾ കഴിക്കുമോ? ഒരു 2 വയസ്സായ കുട്ടി, ഒരു 3 വയസ്സായ കുട്ടി, ഒരു 4 വയസ്സായ കുട്ടി, ഒന്ന് നോക്കിയ ചെറിയ മക്കളൊക്കെ വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കുമോ? അവര് കഴിക്കുന്നില്ല. അപ്പൊ വിശപ്പില്ലെങ്കിൽ ശരിക്കും ആഹാരം കുട്ടികൾ പോലും കഴിക്കുന്നില്ല. പക്ഷെ മുതിർന്നവര് അത് നമുക്ക് ദോഷം ചെയ്യും, എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം വരുമോ എന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഭക്ഷണത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു ആസക്തി കൊണ്ടാണോ എന്നറിയില്ല, വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കും. അപ്പൊ ഭക്ഷണം അങ്ങനെ സ്കിപ്പ് ചെയ്യുകയും കുറയ്ക്കുകയും ഫാസ്റ്റിംഗ് മെത്തേഡിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മളെ ബോഡി, രക്തവ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ, പ്രത്യേകം പറയാണ്, രക്തവ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ ഉപവാസം പോലെ മറ്റൊരു മാർഗമില്ല എന്നുള്ളത്. ഇത്രയും നല്ലൊരു മെത്തേഡ്, ഫാസ്റ്റിംഗ് മെത്തേഡ് വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം 2020 ഒരു ജാപ്പാൻ സയന്റിസ്റ്റിന് ഉപവാസം കൊണ്ട് രോഗശമനം ഉണ്ടാവുമെന്നും ക്യാൻസർ സെല്ലുകളെ വളരെ നശിപ്പിക്കാൻ ഉപവാസത്തിന് ശക്തിയുണ്ടെന്നും ഒക്കെ പറഞ്ഞതിൻ്റെയും കണ്ടെത്തിയതിൻ്റെയും ഭാഗമായിട്ട് നോബൽ പ്രൈസ് നേടിയതാണ്. അദ്ദേഹം അത് റിസർച്ചിലൂടെ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് നോബൽ പ്രൈസ്. അത്രമാത്രം ഫലം നമ്മുടെ ഉപവാസത്തിന് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മതങ്ങളിലെല്ലാം ഈ വ്രതങ്ങളും ഉപവാസ തത്വങ്ങളും നോമ്പുകളും ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ആരും ഇന്നതെന്താണ്, വേണ്ടത്ര രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ സുഹൃത്തിനോട്, എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു നമ്മളെ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള ടോക്സിനുകളും മാലിന്യങ്ങളും പുറന്തള്ളി രക്തശുദ്ധീകരണം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് നല്ല പ്രതിരോധം ഉണ്ടാവും, നല്ല പ്രതിരോധം. പിന്നീട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു വന്നാൽ പോലും നമ്മൾ രോഗിയാവില്ല. കാരണം ആ രോഗാണുവിന് നമ്മുടെ ശരീരത്തിൽ പെരുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, രക്തശുദ്ധീകരണം എന്നുള്ളതാണ്. ഒരു മാലിന്യാവസ്ഥയിലെങ്കിലും രോഗാണുക്കൾക്ക് എളുപ്പ ശരീരത്തിൽ പ്രവേശിച്ച് ശരീരത്തിൽ രോഗമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഒരു ക്ലീൻസിങ്, ശുദ്ധമായിട്ടുള്ള രക്തവ്യവസ്ഥ കൂടി പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും രോഗം വരാനുള്ള സാധ്യത പോലുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ചും രോഗങ്ങള്, പകർച്ചവ്യാധികൾ അത്തരക്കാർക്ക് ബാധിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഇത്തരം മെത്തേഡുകളൊക്കെ പരിശീലിക്കുന്നതൊക്കെ നല്ലതാണ്. പൊതുവെ എല്ലാവരും കർക്കിടകത്തിൽ ഉഴിച്ചില് കാര്യങ്ങള് നല്ല ആരോഗ്യ സംരക്ഷണാർത്ഥം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ശരിക്കും വർഷത്തില് കുറച്ച് സമയം ഇന്റേണലായിട്ട് പൂർണ്ണമായി റെസ്റ്റ് കൊടുക്കുക. നമ്മളെ ശരീരത്തിന് റെസ്റ്റ് കിട്ടുന്ന പോലെ നമ്മുടെ ആന്തരികങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. ഞാനിതെല്ലാം പറയുന്ന സമയത്ത് എല്ലാ വർഷവും ഞാനൊരു ലോങ് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ അത് 2 ആഴ്ചൻ്റെ അടുത്തേക്കൊക്കെ വരും. വിശപ്പ് വരുന്ന പോലെ നീണ്ടു പോവുകയും ചെയ്യും. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന പല ആൾക്കാരും വർഷത്തിൽ ഇത് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ബോഡി ഡീടോക്സിഫിക്കേഷന്, രക്തശുദ്ധീകരണത്തിന് ഉപവാസം നല്ലൊരു മാർഗമാണ്. നമുക്ക് ഏത് തരത്തിലുള്ള കെമിക്കലുകൾ, മരുന്നിൻ്റെതായിക്കോട്ടെ, വാക്സിനേഷൻ്റെതായിക്കോട്ടെ, മറ്റെല്ലാ തരത്തിലും നമ്മളുടെ ശരീരത്തിലെ തെറ്റായുള്ള ആഹാരം കൊണ്ടായിക്കോട്ടെ, കൃത്രിമ ആഹാരങ്ങൾ, പാനീയങ്ങൾ കൊണ്ടുള്ളതായിക്കോട്ടെ, ഇതെല്ലാം ലഘൂകരിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.